ഹായ്, നമസ്കാരം. ലോട്ടസ് പുനസിൻ്റെ ഇൻഷുറൻസ് ടോപ്പിക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരുപാട് പ്രോസ്പെക്റ്റിംഗ് മെത്തേഡ് പറഞ്ഞു തന്നു. ജനറൽ പ്രോസ്പെക്റ്റിംഗ്, ഗ്രൂപ്പ് പ്രോസ്പെക്റ്റിംഗ്, പിന്നെ പ്ലാൻ വൈസ് പ്രോസ്പെക്റ്റിംഗ്, അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് കോൾ കൻവാസിങ്. പക്ഷേ പല ഏജൻസും വന്നിട്ട് ഫീൽഡിൽ നിന്ന് 2-3 വർഷം കൊണ്ട് ഔട്ടായി പോകാനുള്ളൊരു കാരണം അവർക്ക് പൊതുവായിട്ട് ഈ കോൾ കൻവാസിങ് എന്ന് പറഞ്ഞ ഈ മെത്തേഡ് പഠിക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒരു സർക്കിളുണ്ട്. ആ ഒരു സർക്കിൾ ചിലപ്പോൾ 1-2 വർഷം കൊണ്ട് നമുക്ക് കഴിയും. വീണ്ടും നമുക്ക് പുതിയ ഒരു കോൺടാക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലാണ് പലരും ഇപ്പം ഞാൻ അടക്കം ചിലപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പ്രോസ്പെക്റ്റിംഗ് ഇല്ലെങ്കിൽ നമുക്കത് ആർക്ക് പോളിസി കൊടുക്കണം എന്നുള്ളതില്ല. അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും നന്നായിട്ട് പ്രോസ്പെക്റ്റിംഗ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഇടക്കിടക്ക് അപ്പോൾ അതിന് ഉള്ളൊരു മെത്തേഡ് കോൾ കൻവാസ്. കോൾ കൻവാസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പരിചയവും ഇല്ലാത്ത കസ്റ്റമർ പോയിട്ട് നമ്മൾ ഏതെങ്കിലും ഇനി ബസ്സിലാണെങ്കിലോ അല്ലെങ്കിൽ ഒരു യാത്ര ചിലപ്പോൾ ഇനിയിപ്പം ട്രെയിനിങ്ങിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ യാത്ര പോകുമ്പോഴൊക്കെ നമ്മൾ പുതിയ പുതിയ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കും. പിന്നെ കോൾ കൻവാസിങ്ങിനുള്ള വേറെ മെത്തേഡാണ് സർവീസിങ്. നമ്മുടെ ബ്രാഞ്ചിലൊക്കെ വരുന്ന സർവീസൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ആ കോൺടാക്ട്സ് നമ്മൾ കിട്ടിയാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് സർവീസിന് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് കല്യാണത്തിന് പോകുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നിങ്ങൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കുറച്ച് പേര് 10 പേര് ഒന്നായിട്ട് പോകണം, 10 പേര് ഇങ്ങനെ കൂട്ടം കൂടി നടക്കും. അവിടെ ആ സമയം നമ്മളൊരു പുതിയ 2 ആളെ പരിചയപ്പെടാൻ എൻ്റെ ഒരു ശീലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാനൊരു യാത്ര പോകും. അപ്പം നാളെ തന്നെ നമ്മളൊരു സാഗര റാണി ട്രിപ്പ് പോയ സമയത്ത് നമുക്ക് പല ബ്രാഞ്ചിൽ ഏജൻസ്. അപ്പോൾ ഞാൻ പരിചയപ്പെട്ടതിന് അവിടെ തന്നെ ഉണ്ട്. എനിക്ക് കണ്ണൂരുള്ള ഒരു ഏജൻറ്റിനാണ്. അപ്പോൾ നമ്മൾ 4 പേര് പോയി, പക്ഷേ 4 പേര് നമുക്ക് അവരെ വീണ്ടും നമുക്ക് ബ്രാഞ്ചിൽ നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഈ പുതിയ ആളെ നമുക്ക് ആ അവസരങ്ങളാണ്. അങ്ങനെ കണ്ണൂരിലുള്ള ഒരു ഏജൻറ്റാണ്, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഏജൻറ്റ്, സുരേഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏജൻറ്റ്. കണ്ണൂർ 1 ആണോ 2 ആണോ അറിയാം. പക്ഷേ ഇന്നും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷമായില്ലേ, ഇന്നും മുടങ്ങാതെ രാവിലെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ പെർഫോമൻസ് എനിക്കിടും, എൻ്റെ പെർഫോമൻസ്, അങ്ങനെ നല്ലൊരു റിലേഷൻ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു കൊല്ലം ടൂർ പോയ സമയത്ത് നമ്മൾ ഇതിൻ്റെ ഒരു ട്രൂപ്പായിട്ട് പോയതാണ്. പക്ഷേ ആ ട്രൂപ്പിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കാണും. പക്ഷേ ആ ട്രൂപ്പിലില്ലാത്ത കുറച്ച് പേര് അതുണ്ട്. അപ്പോൾ ഞാൻ അവരെയാണ് പരിചയപ്പെട്ടത്. അതിന് 2 പേര് എനിക്ക് തോന്നി തന്നെ ഡെയിലി മെസ്സേജ് അയക്കും, ഞാൻ തിരിച്ചും അയക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ അപ്പോൾ നമുക്ക് എന്തായി ഓരോ യാത്രയും നമുക്ക് 2-3 പുതിയ ആൾക്കാർ അത് നമ്മളിങ്ങനെ സോർട്ട് ചെയ്ത് വെക്കും. പിന്നെ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പുതിയ അവരുടെ ഫ്രണ്ട്സിനൊക്കെ ചോദിച്ച് എപ്പോഴും നമ്മൾ നമ്മുടെ ഈ പ്രോസ്പെക്റ്റിംഗ് ലിസ്റ്റ് ഇങ്ങനെ വലുതായി കൊണ്ട് കൊടുക്കണം. അപ്പോൾ കൊടുക്കാൻ ഞാനിപ്പോൾ അത് ഒരു വലിയ വെറുതെ ഒരു ജസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്തു കൂടെ ജസ്റ്റ് നടക്കും, കുറച്ച് നോട്ടീസോ അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും രീതിയിൽ നമ്മൾ ജസ്റ്റ് ഇതാക്കി. ഇപ്പം ഞാൻ എത്രയോ ഇത് കൊടുത്തതിന് പക്ഷേ ഒറ്റ കോള് പോലും തിരിച്ചു വന്നു. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തു കൊടുക്കുക. രാവിലെ ഒക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് കുട്ടികൾ കുറേ നോട്ടീസായിട്ട് പോയിട്ട്, പക്ഷേ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാനത്ത് എനിക്ക് മുമ്പുണ്ടായ ചില ബിസിനസ്സിനൊക്കെ അനുഭവങ്ങൾ ആ രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ കോൾ കൻവാസിങ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ബിസിനസ്സിന് ഇതുണ്ട്. ബിസിനസ്സിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. നമുക്ക് ഒരുപാട് നല്ലൊരു കോമ്പറ്റീഷൻ ഫീൽഡാണ്. പിന്നെ ഇന്നത്തെ ഇപ്പം നമ്മളൊക്കെ വന്ന സമയം കാര്യമില്ല, ഒരുപാട് സോഷ്യൽ മീഡിയ ഇതും ഒത്തിരി ഉണ്ട്. അതായത് എന്തൊക്കെ പ്ലാറ്റ്ഫോം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അതൊക്കെ വെച്ചിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നമ്മൾ കൂടുതൽ നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ നമുക്കുള്ള എന്തെങ്കിലും ഡീമറിസോ അല്ലെങ്കിൽ അതൊക്കെ അതിന് പബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രൊപ്പഗൻഡ കൊടുക്കാനൊക്കെ ഒരുപാട്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മുടെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതൽ ഇത് ചെയ്യാനുള്ള നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ചിലപ്പം എനിക്ക് എൻ്റെ അനുഭവത്തിൽ 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ചില ചിലപ്പം ഇപ്പം നമ്മൾ പരിചയപ്പെട്ട കേസ് ചിലപ്പോൾ 4 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രോസ്പെക്റ്റിംഗ്, ഈ കോൾ കൻവാസിങ് എന്നുള്ള മെത്തേഡ് നമ്മൾ പഠിക്കുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു.